എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 160-ാമത്തെ എപ്പിസോഡാണ്. ഈ ബുക്കിനെ സംബന്ധിച്ചവരെ 10-ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, ഇതിൻ്റെ ഹെഡിങ് വന്ന് ഹൗ ടു ഗെറ്റ് ദ സബ് കോൺഷ്യസ് വർക്ക് ഫോർ യു. അതായത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, നമുക്ക് വേണ്ടി അതിനെ എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാം. അതായത് ജോലി ചെയ്യിപ്പിക്കുക എന്നല്ല, അത് വർക്ക് ഫോർ യു എന്ന് വെച്ചാൽ ജോലി ചെയ്യിപ്പിക്കുന്നതെന്നല്ല, നമ്മളുടെ ആവശ്യത്തിന് അതിനെ നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വെച്ചാൽ അത് വലിയ ഒരു പവറുള്ള സംഗതിയാണല്ലോ. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് വേണ്ടി. ഇപ്പം ഇലക്ട്രിസിറ്റി, കറണ്ട് കൊണ്ടാണ് ഇത്രയും ബൾബുകൾ കത്തുന്നതും AC-യും മിക്സിയും ഫാനും ഗ്രൈൻഡറും എല്ലാം ഓടുന്നത് ആ കറണ്ടിൻ്റെ പവർ കൊണ്ടാണ്. അപ്പം നമുക്ക് അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് അറിഞ്ഞാലേ അതിനെ പ്രയോജനപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. അതുപോലെ ഭയങ്കര പവറുള്ള ഒരു സംഗതി നമ്മുടെ ദേഹത്ത്, നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് വേണ്ടി പ്രയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ചില സംഗതികൾ. ഓക്കെ, അപ്പം ഒരു കാര്യം, ഈ നമ്മുടെ ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 24/7 അത് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രി. എന്നുവെച്ചാൽ രാത്രി വേറെ ഡിസ്റ്റർബൻസ് ഇല്ല അതിന്, ഇല്ലേ? നമ്മൾ വെളിയിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് ഒന്നും അതിനില്ല. നമ്മൾ കണ്ണടച്ച് ഉറങ്ങുന്നു, കോൺഷ്യസ് മൈൻഡും അടങ്ങിപ്പോയി. അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ഹാപ്പിയാണ്. സ്വാതന്ത്ര്യമായിട്ട് അതിന് ഇരുന്ന് ജോലി ചെയ്യാം. അതുമാത്രമല്ല, പണ്ടേ ഞാൻ വേറെ ഇതിലോ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ സ്വിങ്ങിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുക്കി പിറക്കി വെക്കുന്നതാണ് അതിൻ്റെ ജോലി. അങ്ങനെയാണ് ഞാൻ കൊച്ചിലെ വായിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളെല്ലാം ഇപ്പോൾ രാവിലെ ജോലി, ഇപ്പം അതും നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നതാണ്. രാവിലെ ജോലിക്ക് പോന്നു, തുണിയെല്ലാം കാച്ചറ വീച്ചറ അവിടെ ഇവിടെ എറിയും, ബെഡിൽ കാണും, കസേരയെ കാണും, അവിടെ കാണും, ഇവിടെ കാണും. അടുക്കളയിലാണെങ്കിൽ പാത്രങ്ങളെല്ലാം അങ്ങനെ ഇങ്ങനെ കിടക്കും. എങ്ങനെയെങ്കിലും സമയത്തിന് ബസ് പിടിച്ചോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ അങ്ങനെ കാറിലോ ഓഫീസിൽ എത്തണം, വർക്ക് സ്പോട്ടിൽ എത്തണം. അതായിരിക്കും നമ്മളുടെ ഒറ്റ ഉന്നം. അതെല്ലാം കിടക്കട്ടെ, വൈകുന്നേരം വന്ന് നോക്കാം. അപ്പോൾ വൈകുന്നേരം വരുമ്പം നമ്മൾ ക്ഷീണിച്ചാണ് വരുന്നത്, എന്നാലും അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കും. അടുക്കളയൊക്കെ ആദ്യം ഡിന്നർ ഉണ്ടാക്കും, പിന്നെ വിളക്ക് കത്തിക്കും, പിന്നെ നമ്മളുടെ കിടക്കുന്നതിന് മുമ്പേ ബെഡിൽ കിടക്കുന്ന തുണിയെല്ലാം എടുത്ത് മടക്കി വയ്ക്കും. ഈ അടുക്ക് പിറക്കി വയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ആ ഫുൾ സ്വിങ്ങിൽ ചെയ്യാൻ തുടങ്ങും. അത് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടി, എല്ലാ തുണിയും എടുത്തിട്ട് അതിൻ്റെ മാച്ചിങ് ബ്ലൗസ് എവിടെ, മാച്ചിങ് സാരി എവിടെ, ദുപ്പട്ട എവിടെ എല്ലാം നോക്കി സെറ്റായിട്ട് നമ്മൾ അടുത്ത ഒരാഴ്ചത്തേക്ക് അടുക്കി വയ്ക്കും. അങ്ങനത്തെ ജോലിയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ. പകലും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതൽ ശക്തമായിട്ട് ജോലി ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഇത് 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നമ്മളുടെ ദേഹത്ത് നടക്കുന്ന എല്ലാ അവയവങ്ങളിലും നമ്മുടെ ദേഹത്തിലുള്ള എല്ലാ അവയവങ്ങളിലും നടക്കുന്ന സംഗതികൾ എല്ലാം നേരെ ചൊവ്വേ നടക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൺട്രോളിലാണ്. അപ്പം നമ്മൾ മാനസികമായിട്ട് ഡിസ്റ്റർബായാൽ, നോർമലായിട്ടിരിക്കുമ്പോൾ എല്ലാം നോർമലാണ്, ഹാപ്പി. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ 24 മണിക്കൂറും ഇങ്ങനെ ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ ഇരിക്കുന്നത്. ഹാപ്പി എന്ന് പറയുന്നതൊക്കെ 5%. ബാക്കി എല്ലാ സമയവും മനപ്രയാസവും ടെൻഷനും കരച്ചിലും കുറ്റം പറച്ചിലും അത് ഇതൊക്കെയാണല്ലോ. അപ്പം
അപ്പം നമ്മൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ബോഡിയെ റിലാക്സ് ചെയ്യുക, മൈൻഡിനെ റിലാക്സ് ചെയ്യുക, മൈൻഡിനെ കാമാക്കുക. പിന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പറയുക, ഓക്കെ ഇപ്പം എല്ലാം നേരെ ആക്കി വരുന്നു, ഞാനിപ്പോൾ റെഡിയാണ്, ഇപ്പം നീ നിൻ്റെ ജോലിയെ ഫുൾ സ്വിങ്ങിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ യു ടേക്ക് ഓവർ ഇൻ പീസ്, ഹാർമണി ആൻഡ് ഡിവൈൻ ഓർഡർ. ഈ ഡിവൈൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പീസ് എന്ന് വെച്ചാൽ സമാധാനം, ഹാർമണി എന്ന് പറഞ്ഞാലും ഒരുവിധം എല്ലാം നേരെ ചൊവ്വേ ഇതായിട്ട് പോകുന്നതിനാണ് ഹാർമോണിയസ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഡിവൈൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഡിവൈൻ ഓർഡർ എന്ന് പറയുന്നതാണ് അതൊരു ദൈവത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഓർഡർ. അതാണ് ഡിവൈൻ ഓർഡർ. ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞില്ലേ, ചിന്മയിയാണ് ദേവി. അപ്പം ചിന്മയി എന്ന് പറഞ്ഞാൽ ദേവിയുടെ മനസ്സെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ്. അപ്പം ദേവിയുടെ ആജ്ഞ പോലെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആജ്ഞ പോലെ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമ്മൾ പറയുക. പിന്നെ അപ്പം എങ്ങനെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വേണ്ടി പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എന്തുവാ, ഈ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിനെ ആലോചിക്കുക, ഈ കാമായിട്ടിരിക്കുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ ഓർത്ത് നോക്കുക, അതിനുവേണ്ടി താങ്ക്സ് പറയുക. അതായത് ഹീലിംഗ് ഓൾറെഡി സ്റ്റാർട്ടഡ്, അതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ സംസാരിക്കുന്ന രീതിയിൽ അതിനെ നല്ല രീതിയിൽ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വേണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വെക്കുന്നത്. അപ്പം ആദ്യം കോൺഷ്യസ് മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരണം. മൈൻഡിനെ കാമാക്കുക. ചുമ്മാ ഈ തോട്ട്സും വെച്ചുകൊണ്ട് അത് ചെയ്തോ ഇത് ചെയ്തോ അതൊന്നും വേണ്ട. ബോഡിയെ റിലാക്സ് ചെയ്യുക, മൈൻഡിനെ റിലാക്സ് ചെയ്യുക, മൈൻഡിനെ കാമായിട്ട് ആക്കിക്കൊണ്ടുവരിക. കുറേശ്ശെ തോട്ട്സ് എല്ലാം കുറച്ച് കുറഞ്ഞ് മനസ്സ് അടങ്ങിയ പിന്നീട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക. ഓക്കെ, ഇതിൽ 2 എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 നമുക്ക് അതിശയിക്കുന്ന രീതിയിലുള്ള എക്സാമ്പിൾസാണ്, സാധാരണപ്പെട്ട എക്സാമ്പിളല്ല. അതായത് ഈ ഫ്രാൻസിൽ ലോർഡ്സ് എന്നൊരു ഹോസ്പിറ്റൽ, ലോർഡ്സ് LOURDES, ലോർഡ്സ്, ലൂർദ് എന്ന് പറയും തമിഴിലും മലയാളത്തിലൊക്കെ. അതാ ഹോസ്പിറ്റലിൻ്റെ ഒരു പേര്. ഫ്രാൻസിലൊരു നല്ല ഒരു മിഷൻ ഹോസ്പിറ്റൽ. ഓക്കെ, അവിടെ അവരുടെ റെക്കോർഡിൽ എഴുതി വെച്ച സംഗതിയാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മാഡം ബൈറി, ഇപ്പോൾ ഫ്രാൻസിലുള്ള ഒരു ലേഡി മാഡം ബൈറി, അവർക്ക് കണ്ണേ കാണത്തില്ല, 2 കണ്ണും കാണത്തില്ല. എന്താണെന്ന് വെച്ചാൽ കണ്ണീന്ന് തലച്ചോറിൽ പോകുന്ന നെർവ്സ് ഉണ്ടല്ലോ, അതിന് പേര് ഓപ്റ്റിക് നെർവ്സ് എന്ന് പറയും. ഓപ്റ്റിക് നെർവ്സ് ഇല്ല. ഓപ്റ്റിക് നെർവ്സ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വെച്ചാൽ തീർത്തും അത് ഇല്ല, ഉണ്ടായില്ല. ഈ കുഞ്ഞുണ്ടാകുമ്പോഴേ ആ ഓപ്റ്റിക് നെർവ്സ് ഫോം ആയിട്ടില്ല. അതുകൊണ്ട് എന്തുവാ, കണ്ണുകൊണ്ട് കണ്ടാലും അത് തലച്ചോറിന് കൊണ്ടുപോകത്തില്ല. ഓപ്റ്റിക് നെർവ്സ് ഇല്ലാത്തതുകൊണ്ട് തലച്ചോറിന് ആ ഇമേജ് പോകത്തില്ല. അതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റില്ല. ടോട്ടൽ ബ്ലൈൻഡായി. ഓക്കെ, അപ്പം ഇത് ഇത് 1955 നവംബറിൽ ഈ മക്കോൾസ് എന്നുള്ള ഒരു മാഗസീനിലും വന്നതാണ്. ആ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡിലും എഴുതി വച്ചിരിക്കുന്നതാണ്. 1955 നടന്ന സംഗതിയാണ്. ഓക്കെ, ഇതിൽ ഡോക്ടേഴ്സ് എല്ലാം പലരും അവരെ ട്രീറ്റ് ചെയ്യാൻ നോക്കി, അപ്പോഴൊക്കെ ഈ സ്കാനും MRIയും അത് ഇതും ഒന്നും ഇല്ല. എന്നായിരുന്നാലും ഉള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ച് നോക്കിയപ്പം അവർ കണ്ടുപിടിച്ചു ഓപ്റ്റിക് നെർവ്സ് ഇല്ലാത്തതാണ് സംഭവം. അതുകൊണ്ട് അവർക്ക് ടോട്ടൽ ബ്ലൈൻഡ്നെസ് ആണ് എന്ന് കണ്ടുപിടിച്ചു.
എങ്ങനെയൊക്കെയോ അവർ കണ്ടുപിടിച്ചു. ശരിയെന്ന് അവർ ഫോർ ഓൾ മെഡിക്കൽ യെസ് അവർ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഈ പുണ്യജലം കൊണ്ടോ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പുണ്യ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മാജിക് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് കൊണ്ടോ ഒന്നുമല്ല അവർ ഹീലായത്. അവരുടെ തോട്ട്, അവരുടെ വിചാരം. ബിലീഫ് ഈസ് എ തോട്ട് ഇൻ ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ തോട്ടിനും ബിലീഫിനും എന്തുവാ വ്യത്യാസം? തോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വിചാരം. ഈ ബിലീഫ് എന്ന് വെച്ചാൽ എന്തുവാ? ഉറച്ച ഒരു വിശ്വാസം. രണ്ടിനും വ്യത്യാസമുണ്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് തോട്ട്, നെഗറ്റീവ് തോട്ട് അല്ലേ? നല്ലതും ചീത്തയും നമ്മൾ ചിന്തിക്കുന്നു, നമ്മളുടെ മനസ്സിൽ വരുന്നു. ഓക്കെ, അതാണ് പോസിറ്റീവ് നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത്, വിചാരങ്ങൾ. പക്ഷേ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഉറച്ച ഒരു വിശ്വാസം. അപ്പം ഈ അവരുടെ ഉപബോധ മനസ്സിലുള്ള ഉറച്ച ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അതായത് ഞാൻ കാണും. അവരും പ്രാർത്ഥനയൊക്കെ ചെയ്ത് കാണും, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് അപ്പീൽ ചെയ്ത് കാണും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കി എടുത്ത് ഒക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതിൻ്റെ പേരിൽ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയപ്പം, അതായത് അവർ പറഞ്ഞത് എൻ്റെ കണ്ണിനെ ഉണ്ടാക്കിയത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണല്ലോ, അപ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ച തരേണ്ടതും സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, പവറുണ്ട്, അത് ചെയ്യും എന്ന് ഉറച്ച ഒരു വിശ്വാസത്തിൽ ഇരുന്ന കൊണ്ട് അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഓക്കെ, അത് എന്തുവാ മെഡിക്കൽ ഹിസ്റ്ററിയിലെ ഒരു അതിശയമായിട്ടാണ് അതിനെ പറയുന്നത്. അത്രയും വലിയ ഒരു കാര്യമായ കൊണ്ടാണ് അതിനെ മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ പോസിറ്റീവ് തോട്ട്സ് മാത്രം പോരാ, പോസിറ്റീവ് തോട്ട്സും വേണം. അതിനുപരി അതിൻ്റെ പുറത്തുള്ള, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റിയുടെ പുറത്തുള്ള ഉറച്ച ഒരു വിശ്വാസം, അതിനെ നമ്മളിങ്ങനെ ചിന്തിക്കുക സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഓക്കെ, അതാണ് അതിൻ്റെ അതിശയം. പിന്നെ ഇനിയൊരു കാര്യം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ഈ പെർഫെക്റ്റ് ഹെൽത്ത് വേണം എന്ന് പറയുന്നത് എങ്ങനെ അതിനെ അറിയിക്കണം? ഒരു സൗത്ത് ആഫ്രിക്കയിൽ ഒരാൾ അങ്ങേര് ഈ ഡോക്ടർ മർഫി എടുത്ത് ഒരു കാര്യം പറയുന്നു. അദ്ദേഹത്തിന്, ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ആളിന് ലങ്ങിൻ്റെ ക്യാൻസർ. അപ്പം അദ്ദേഹം അതിനെ എങ്ങനെ ക്യൂർ ചെയ്തു എന്നാണ് പറയുന്നത്. ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ പൊതുവെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഫിസിക്കലി റിലാക്സ്ഡായി, മെൻ്റലി റിലാക്സ്ഡായി, ഓർഗൻ ബൈ ഓർഗൻ എല്ലാ ഓർഗനെയും റിലാക്സ് ചെയ്തു. ഉറങ്ങുന്ന സ്റ്റേജിൽ വന്നപ്പം അങ്ങനെ ഉറക്കം വരുന്നു, ഈ നിമിഷം ഉറങ്ങും എന്നുള്ള സ്റ്റേജ് വന്നപ്പം അങ്ങനെ ഇരുന്നപ്പം വളരെ കാമായിട്ടിരുന്ന് ഒരു ചെറിയ പ്രയർ, അത് ഞാൻ വായിക്കാം. The perfection of God is now being expressed through me. Perfection of God എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പെർഫെക്ഷൻ. അത് നമ്മുടെ ദേഹത്തിനെ എത്ര നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ദ ഐഡിയ ഓഫ് പെർഫെക്റ്റ് ഹെൽത്ത് ഈസ് നൗ ഫില്ലിങ് മൈ സബ്കോൺഷ്യസ് മൈൻഡ്. ഞാൻ ഇപ്പം പെർഫെക്റ്റ് ഹെൽത്തിലാണ് ഉള്ളത്. അപ്പം എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ നല്ല ഒരു ഇമേജ് മനസ്സിലുണ്ട്. അപ്പം അതേ തന്നെയാണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലും ഉള്ളത്. അപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ പെർഫെക്റ്റ് ആക്കും. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ദൈവം എന്നെ പെർഫെക്റ്റാണ് ഉണ്ടാക്കിയത്. പിന്നാണല്ലോ ലങ് ക്യാൻസർ വന്നത്. അപ്പോൾ എന്നെ ഉണ്ടാക്കുമ്പം ദൈവം തന്നെ എന്നെ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയത്, പെർഫെക്റ്റായിട്ട് ആണ് ഉണ്ടാക്കിയത്. പിന്നാണല്ലോ എനിക്ക് അസുഖം വന്നത്. അപ്പം ആ പെർഫെക്റ്റ് ഹെൽത്തിനെ തിരിച്ച് കിട്ടാനുള്ള സംഗതികളും ദൈവം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് വൺ വേ ഓഫ് കൺവേയിങ് യുവർ പോസിറ്റീവ് തോട്ട് ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ വേണം പറയാൻ. അല്ലാതെ അയ്യോ എനിക്ക് ലങ് ക്യാൻസർ വന്നു, ഡോക്ടർ 6 മാസത്തിൽ ഞാൻ പോയി കളയുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലങ് ശരിയാകണേ, അതിനുള്ള കപ്പാസിറ്റി കൂട്ടണേ, അതാചണേ, അതൊന്നും വേണ്ട. നമ്മൾ പറയേണ്ടത് ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ഹീലിംഗ് പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അതിനെ ടാപ്പ് ചെയ്താൽ, അതിൻ്റെ വാതിലിനെ പോയി മുട്ടിയാൽ വാതിൽ തുറക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വയ്ക്കുന്ന മാർഗം. പിന്നെ നമുക്ക് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് വേണം, ഒരു ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ വേണം. ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ റോഡ് സൈഡ് ഒരു ഭിക്ഷക്കാരൻ കിടക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിലെ ഞാൻ നാളെ കോടീശ്വരനാകും, ഞാൻ നാളെ ടാറ്റ ബിർള ആകും, അല്ലെങ്കിൽ അവരുടെ കൂട്ട് ഇരിക്കും എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അതാണ് ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ. അവൻ ചിലപ്പം റോഡ് സൈഡ് കിടക്കുന്ന ഭിക്ഷക്കാരൻ ഒരു 30 വർഷം അങ്ങനെ വിചാരിച്ച് കിടന്നാൽ ചിലപ്പം അവനും കോടീശ്വരനാകാം. പക്ഷേ ആ കോടീശ്വരൻ ഒരു ലോട്ടറി അടിച്ചാൽ കോടീശ്വരനാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഞാൻ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. ഒരാൾ ഈ കഥയല്ല, ശരിക്കും നടന്ന കാര്യം, നടന്ന സംഭവമാണ്. ഈ ചവറ് പെറുക്കുന്ന ആൾ ഈ റോഡ് സൈഡ് വെച്ചിരിക്കുന്ന വലിയ വലിയ ഡസ്റ്റ്ബിന്നിൽ നിന്ന് ചവറ് പെറുക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ട്. റാക്ക് പിക്കിംഗ് എന്ന് പറയും. ചവറ് പെറുക്കും, ചിലർ പേപ്പർ പെറുക്കും, ചിലർ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പെറുക്കും. അങ്ങനെ ഒരാളിങ്ങനെ പെറുക്കിക്കൊണ്ടിരുന്നപ്പം അതിനകത്ത് ഒരു ചെറിയ പൊതി കണ്ടു. അങ്ങനെ ആ പൊതിയിൽ എടുത്ത് നോക്കിയപ്പോൾ ഒരു ബാഗുണ്ടായിരുന്നു. ബാഗിനകത്ത് ഒരു പൊതിക്കകത്ത് ഒരു വലിയ കല്ല്, എത്രയോ കോടികൾ പോകുന്ന ഒരു കല്ല്. അപ്പോൾ അതൊക്കെ അങ്ങനൊന്നും ആരും അറിയാതെ ഒന്നും എടുത്ത് ചവിട്ടുകൊട്ടയിലൊന്നും ഇടത്തില്ല, കുപ്പത്തൊട്ടിയിലൊന്നും ഇടത്തില്ല. എന്നാലും അയാൾക്കത് കിട്ടി. അതിനെ വെച്ച് അവൻ കോടീശ്വരനായി. അപ്പോൾ അതിനൊക്കെയാണ് മിറാക്കിൾ എന്ന് പറയുന്നത്, അതിശയം. പക്ഷേ റെഗുലറായിട്ട് നോർമലായിട്ട് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവുക. അപ്പം ഇതിന് ഇനിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു പാരാലിസിസ് വന്ന ഒരാൾ, അയാൾക്ക് കൈയും കാലും നടക്കാൻ പറ്റത്തില്ല, അല്ല കാലുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അത് ഒരു സൈഡ് തളർന്ന ഒരു മനുഷ്യൻ. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, നീ ഇമാജിൻ ചെയ്യണം. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഓഫീസിൽ ഒരു ജോലി കിട്ടുന്നു. ഓഫീസിൽ നീ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ടെലിഫോണിൽ ഇങ്ങനെ കോൾസ് വരുന്നു. അതൊക്കെ നീ അപ്പോൾ കൈയും കാലും, അപ്പം കൈ കൊണ്ട് ഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു, ഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ നിന്നെ വിളിക്കും. അപ്പോൾ നീ എണ്ണിച്ച് പോകുന്നു, നടന്നു പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഫയൽ എടുക്കുന്നു. അങ്ങനെ പലരെയും നീ മറ്റേ ക്ലർക്സിനെയൊക്കെ നീ സഹായിക്കുന്നു. അങ്ങനെ നീ മനസ്സിലൊരു ഒരു പിക്ചർ
കൊണ്ടുപോവാ, നല്ല പെർഫെക്റ്റ് ഹെൽത്തായിട്ട് നീ ഇരിക്കുവാണ്, എല്ലാ ജോലിയും നീ ഓടി നടന്ന് ചെയ്യുവാണ് എന്ന് കുറേ നാൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കുറേ നാൾ, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ ഡോക്ടർ അങ്ങേരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 12 അടി ദൂരത്തിൽ ഒരു ടെലിഫോൺ വെച്ചു. ടെലിഫോൺ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പോൾ ഇങ്ങേര് പോയി എടുക്കുമോ എന്നുള്ളതാണ് അങ്ങേർക്ക് ഡോക്ടറിനെ അറിയേണ്ടത്. അങ്ങനെ ഒരു കോൾ വന്നപ്പം ഇങ്ങേര് അതിനെ ചാടിക്കയറി ഓടിപ്പോയി ടെലിഫോൺ എടുത്ത് അതിൽ സംസാരിച്ചു. ആ സെക്കൻഡ്, അതായത് എപ്പോൾ അങ്ങേർക്ക് അറിയാതെ ഓടിപ്പോയി ആ ടെലിഫോൺ എടുത്ത് സംസാരിച്ചോ അന്നോടുകൂടി ആ പാരാലിസിസ് മാറി. അപ്പം കുറേ നാൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞ് ആ രൂപം കണ്ട് അത് ഒരു ദിവസം അത് സത്യമായി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വയ്ക്കാം എന്നുള്ളതാണ് ഡോക്ടർ മർഫി പറയുന്നത്. അപ്പം ഇതിലെല്ലാം നമുക്ക് ഒരു ഉറച്ച വിശ്വാസം വേണം, ബിലീഫ്. വെറും പോസിറ്റീവ് തോട്ട്സ് മാത്രം പോരാ, അതിൻ്റെ നല്ല അടിച്ചുറച്ച ഒരു വിശ്വാസം നമുക്ക് വേണം. അത് കോൺഷ്യസ് മൈൻഡിലും വേണം, സബ് കോൺഷ്യസ് മൈൻഡിലും വേണം. പിന്നെ ബാക്കി കാര്യങ്ങൾ, പ്രെയർ ചെയ്യുക, അതിന് താങ്ക്സ് പറയുക, വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പോവുക, ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ. അപ്പം ഈ പാരാലിസിസ് വന്ന ആളിനെ ഞാനിപ്പം ആകാശത്ത് പറക്കാൻ പോന്നു അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ചെറിയ പ്യൂൺ ജോലി കിട്ടി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ആ ഫയൽ എടുത്തുണ്ടോ ഈ ഫയൽ എടുത്തുണ്ടോ പറയുന്നതെല്ലാം കേട്ടു, ടെലിഫോൺ ആൻസർ ചെയ്യുന്നു. ഇതൊക്കെ നടക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുപോലും നടക്കണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വയ്ക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഈ കണ്ണിൻ്റെ കാഴ്ചയേ ഇല്ലാതെ, ഓപ്റ്റിക് നെർവ്സേ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടണമെങ്കിൽ, നടക്കാൻ വയ്യാതെ കൈയും കാലും തളർന്ന് കിടക്കുന്ന ഒരുത്തൻ ഓടിപ്പോയി ഒരു ടെലിഫോൺ എടുത്ത് ആൻസർ ചെയ്യണമെങ്കിൽ അതോടുകൂടി അവൻ്റെ അസുഖം മാറി. അതാണ്, ഒരു പ്രാവശ്യം ഓടിപ്പോയി എടുത്തതല്ല, അതോടുകൂടി അവൻ്റെ അസുഖം മാറി. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് 4ാമത്തെ ചാപ്റ്റർ കാണാം. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിരിക്കും, ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.